വയനാട്ടിൽ നിന്ന് വരുന്നൊരു വാർത്ത. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായിട്ട് മേപ്പാടി കുന്നംപറ്റയിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചില്ലേ? അതൊരു തർക്ക വിഷയമായി കിടക്കുക. ഇന്നലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ KV പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒന്ന് കാണാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കണ്ടിട്ട് നമുക്ക് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് വരാം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വീട് നിർമ്മിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഒന്ന് കേട്ടിട്ട് വരാം. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാനാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞങ്ങൾ അന്വേഷിച്ചു. നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായത് 1 മാസമായി സ്ഥലം നിരപ്പാക്കിയതൊഴിച്ചാൽ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും അവിടെ ആരംഭിച്ചിട്ടില്ല. വീടുകളുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ലെന്നും ഇതിനായി തങ്ങളെ ആരും ബന്ധപ്പെട്ടില്ലെന്നാണ് മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കല്ലിടണമെങ്കിൽ പ്ലാൻ വേണമെങ്കിൽ അതിനൊരു അനുമതി വേണം. അനുമതി നൽകേണ്ടത് പഞ്ചായത്താണ്. അനുമതിക്ക് വേണ്ടി തങ്ങളെ സമീപിച്ചിട്ടില്ല എന്നാണ് മേപ്പാടി പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ പറയുന്നതെന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ദീപക് മോഹൻ, അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് കളവാണോ? യാഥാർത്ഥ്യം എന്താണ്? നിർമ്മാണ പ്രവർത്തനം അവിടെ തുടങ്ങിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം എന്താണ് ദീപക്? അരുൺകുമാർ, 1 മാസവും 3 ദിവസവുമായി കോൺഗ്രസിന്റെ ഭൂമി, അതായത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് മേപ്പാടി കുന്നംപറ്റയിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ സ്ഥലത്തെ ഭൂമി ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഉദ്ഘാടന പ്രവൃത്തി കഴിഞ്ഞ് 1 മാസവും 3 ദിവസമായി ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം, ആ ദൃശ്യങ്ങളാണ് തെളിവ്. അരുൺകുമാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണാം. അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു, വീടുകളുടെ പണി തുടങ്ങി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഏകദേശം 1 മാസമായി ഇങ്ങനെ തന്നെയാണ് ഈ ഭൂമിയുടെ കിടപ്പ്. അതായത് ഇന്നലെ രാത്രി 8:30 വരെ മേപ്പാടി പഞ്ചായത്തിലെ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ മേപ്പാടി പഞ്ചായത്ത് അധികൃതരോടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള അനുമതിക്കോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള അനുമതിക്കായിട്ടോ സമീപിച്ചിട്ടില്ല എന്നാണ് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ ഇന്നലെ രാത്രി വരെ നമ്മളോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇവരെ സമീപിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടടുത്തുള്ള ഈ മരങ്ങളൊക്കെ അന്ന്, അതായത് ഈ ഭൂമി വാങ്ങിയ സമയത്ത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് മുൻപ് ഈ ഭൂമിയിലെ കാപ്പിച്ചെടികളും മറ്റു മരങ്ങളുമൊക്കെ പിഴുതുമാറ്റി ഭൂമി നിരപ്പാക്കിയത് മാത്രം ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്നത്. ഈ തൊട്ട് സമീപത്ത് തന്നെ താമസിക്കുന്ന ചേച്ചിയുണ്ട്, വനചേച്ചിയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഒരു സ്ഥിരമായിട്ട് ഭൂമി ഒന്നുകൂടി ഒന്ന് പരിശോധിക്കൂ. ആ കല്ലിനു മേലെ മറ്റെന്തെങ്കിലും കല്ലുകൾ വരികയോ അവിടെ എവിടെയെങ്കിലും കുറ്റികൾ അടിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. 1 വർഷമായിട്ട് സ്ഥിരമായിട്ട് ആനയുണ്ട്. കുറച്ച് കാലങ്ങളായിട്ടും കുറവുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് ആനയുള്ള സ്ഥലമാണോ? ആന വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ആന വന്നിട്ട് പിന്നെ കവുങ്ങൊക്കെ നിറയെ തള്ളിയിട്ടിട്ടുണ്ട്. ഇതിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് എത്ര ആളാണ് ചേച്ചി? ഇവരിപ്പോൾ വന്നിട്ട് എന്താ പണി തുടങ്ങി? ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂട്ടോണി. ഇവിടെ ഇപ്പോൾ പണി നടക്കാന്ന് വെച്ചാൽ ഇവർ കാപ്പി മുറിച്ച് മാറ്റി, പിന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഫ്ലാറ്റ് നിരപ്പാക്കി തറക്കല്ലിട്ട് പോയ ശേഷം ഒരു പണി നടന്നിട്ടില്ല. പിന്നെ ഇവിടെയുള്ള വിറകുകളൊക്കെ കുറച്ച് മരങ്ങൾ മുറിച്ച് മാറ്റിയ വിറകുകളൊക്കെ കടത്തി. അതിനുശേഷം ഇപ്പം കവുങ്ങ് മുറിച്ചിട്ട് വേലി ഇടുന്നുണ്ട്. കാല് കുഴിച്ചിട്ടിട്ട് ടിൻ ഷീറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ യാതൊരു പണി ഇവിടെ നടന്നിട്ടില്ല. അത് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ചില മൃഗങ്ങളെ സംരക്ഷണവും പിന്നെന്താ ചാനലുകാരൊക്കെ കൂടുതൽ വീഡിയോ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഒരു സംരക്ഷണം എന്നാണ് പറഞ്ഞത്. പണി ഇപ്പോഴും വേലിപ്പണി ടെൻഷനിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരുൺകുമാർ, ഈ സമീപത്ത് താമസിക്കുന്ന വനചേച്ചിയാണ് ഇപ്പോൾ പ്രതികരണം പറഞ്ഞത്. അതായത് അവർ പറഞ്ഞത് 1 മാസമായി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഒന്നും തന്നെ ആരംഭിച്ചില്ല. നമുക്ക് ആ സ്ഥലത്തേക്ക് ഇറങ്ങിയ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ടോണി ഈ ഭാഗത്തേക്ക് ഇറങ്ങി ആ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കുകയാണെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ വ്യക്തമാകും. അതായത് അന്ന് ഈ ഉദ്ഘാടന സമയത്താണ് പറഞ്ഞത്. അരുൺകുമാർ, ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഈ സ്ഥലത്തിന്റെ അതിർത്തിയിൽ കാണാം ഇത് ഫെൻസിംഗ് ആണ്. അല്ല ചേച്ചി, ഇത് ഫെൻസിംഗ് ആണല്ലോ അല്ലേ?
ഇത് ഫെൻസിംഗ് ആണ്. ഇത് ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ ഈ ഫെൻസിങ് ഓണാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഷോക്ക് ഉണ്ടാവും. അതിനുശേഷം പിന്നെ ആന വരില്ല. ഇതിന് താഴോട്ടുള്ള ഭാഗത്തൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണോ? ഇത് എത്ര മണിക്കാണ് നിങ്ങൾ ഇത് ഓണാക്കിയിടുന്നത്? ഇത് ഞങ്ങൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് ഓണാക്കിയിടും. ഇത് ഈ തൊട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമൊക്കെ എൻ്റെതാണ്. ഇതിലൊക്കെ ആനകൾ വന്ന് പിന്നെ കവുങ്ങും കാപ്പിയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു തോട്ടമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ആന കുറവുണ്ട്. ഇതിപ്പോൾ കുഴിച്ച് നീക്കിക്കൊണ്ട് വെളിച്ചമൊക്കെ വന്നതുകൊണ്ടായിരിക്കണം ആനയുടെ ശല്യം കുറച്ച് കുറവുണ്ട്. എന്നാലും ഇടയ്ക്ക് താഴെക്കൂടെ ഇത് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് താഴെ ചെറിയ തോടാണ്. ആ തോടിൽ കൂടെയാണ് ആനകൾ വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല പഴക്കമുള്ള തോട്ടാണ്, നല്ല തോട്ടാണ്. പക്ഷേ വലിയ മരങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുന്നു. എന്താ സ്ഥിതി? വന്ന് എല്ലാം നശിപ്പിച്ചു പോവാം. എല്ലാ മരങ്ങളും തീർന്നു. പിന്നെ ചവിട്ടി മറിച്ചിട്ടിട്ട് മരങ്ങളും തെങ്ങും കവുങ്ങും ഒക്കെ തീർന്നു. ഇനി അത്യാവശ്യം കുറച്ച് കാപ്പിച്ചെടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ആന പോയിട്ട് എല്ലാം തോട്ടം. ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ? ഫെൻസിങ് ഉള്ളതുകൊണ്ട് ആന വരാതിരിക്കുമോ? ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആന വലിയ സ്ഥലമാണെന്ന് വനജ ചേച്ചി തന്നെ പറയുന്നു. മരങ്ങളൊക്കെ അരുൺകുമാർ, ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ അതായത് ഈ 1 മാസത്തിനുള്ളിലോ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷമോ എന്നാ ഈ അടുത്ത മുമ്പ് ആന ഇപ്പോൾ 2 ആഴ്ച മുമ്പേ വന്നിരുന്നു. 2 ദിവസം അടുപ്പിച്ച് വന്നിരുന്നു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഒരു കവുങ്ങ് തള്ളിയിട്ടിട്ട് പോയി. 2ാമത്തെ ദിവസം അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് 4 കവുങ്ങ് കാപ്പിച്ചെടികളുടെ മേലെ വിലങ്ങനെയും ക്രോസിലും ഒക്കെ തള്ളിയിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. ഫെൻസിംഗ് ആന വരാതിരിക്കുവോ? നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ശരി ദീപക്, രണ്ടാമത്തെ ഒരു ചോദ്യം. അവിടെ ഫെൻസിങ് അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് കവുങ്ങ് കൊണ്ട് എന്തോ അവിടെ തൂണ് നിർമ്മിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ടിൻ ഷീറ്റ് കൊണ്ട് തൊഴിലാളികളൊക്കെ താമസിക്കാനായിരിക്കും. അറിയേണ്ടത്, മേപ്പാടി പഞ്ചായത്തിൽ ഇന്നലെ രാത്രിയിലും നമ്മൾ സമീപിക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന അനുമതി നൽകിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ്, അതായത് KPBR റൂൾസ് അനുമതി പ്രകാരം ടൗൺഷിപ്പിന് വേണ്ടിയുള്ള ടൗൺ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തിക്കായിട്ടുള്ള അനുമതി നൽകണം. അതായത് നമ്മളൊരു ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിയിലേക്ക് ലേഔട്ട് അല്ലെങ്കിൽ സബ് ഡിവിഷൻ എന്നാണ് അതിൻ്റെ സാങ്കേതികമായി പറയുക. റോഡ് അല്ലെങ്കിൽ കിണർ, ആ ഭൂമിയിൽ എത്ര നീളത്തിൽ റോഡ് വേണം, കിണർ വേണം എന്നൊക്കെ നേരത്തെ നമ്മൾ ലേഔട്ടുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ അതിനുള്ള അപേക്ഷ സമർപ്പിക്കണം. അല്ലെങ്കിൽ ഓൺലൈനായി കേസ് മാർട്ടിൽ അത്തരത്തിലൊരു അപേക്ഷ സമർപ്പിക്കണം. ഈ 2 തരത്തിലും കേരള KBPR പ്രകാരമുള്ള കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് പ്രകാരമോ അല്ലെങ്കിൽ കേസ് മാർട്ടിലോ ഇത്തരത്തിൽ ഒരു അനുമതി കോൺഗ്രസിന്റെ ഈ വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ അനുമതി നൽകിയിട്ടില്ല. അത് ഇന്നലെ രാത്രി 8:30 വരെ അത്തരത്തിലൊരു അനുമതി നൽകിയിട്ടില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ചേച്ചി പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഈ കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തൊട്ടടുത്ത് കവുങ്ങുകളൊക്കെ അടിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റു നിർമ്മാണ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള മനസ്സിലായി ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ദീപക് തുടരണം. ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കല്ലിട്ട് പണി തുടങ്ങി അന്വേഷിക്കാൻ പറഞ്ഞു. നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല. 2, അത് ആന കയറുന്നതാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവാസി തന്നെ വന്ന് പറയുന്നു, വനജ ചേച്ചി തന്നെ വന്ന് പറയുന്നു 2 ആഴ്ച മുമ്പും ആന വന്ന് അവിടെ കുത്തിയിട്ടിട്ട് പോയി എന്ന് പറയുന്നു. 3ാമത്തത് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഒരനുമതിയും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ദീപക് മോഹൻ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് അവിടെ തുടരണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മൾ പ്രതിപക്ഷ നേതാവിനെ അവിശ്വസിക്കുന്നില്ല. സർക്കാരിനോട് കാത്തിരുന്നു, അതിനുശേഷം സർക്കാർ ഭൂമി കൊടുക്കാഞ്ഞതുകൊണ്ടാണ് വൈകിയത് എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്കൊപ്പം